ഹലോ ഗൈസ്. അപ്പം നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ അരാറ്റേനെ കുറിച്ചാണ്. ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരാറ്റയല്ല, നമ്മുടെ സോഹോ പുതിയൊരു ആപ്പൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് അരാറ്റ. ഈ വാട്സപ്പ് പോലെ തന്നെ അങ്ങനത്തെ ഒരു കിട്ടുന്ന സാധനമാണ്. അവരിപ്പം 3 ദിവസം കൊണ്ട് ഏകദേശം 100x മുകളിലാണ് അവർക്ക് ഇൻക്രീസ് ആയിരിക്കുന്നത്. അതേപോലെ തന്നെ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് അതിനകത്ത് ഇഷ്യൂസൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഫിക്സ് ചെയ്യാനും അവർ പറയുന്നുണ്ട് ആക്ച്വലി. അപ്പം അതെങ്ങനെയാണെങ്കിലും കിട്ടില്ല പരിപാടിയാണ്. കാരണം നമുക്ക് നമ്മുടെ സ്വദേശീവൽക്കരണം, നമ്മുടെ ഈ നിഖിൽ കമത്തൊക്കെ പറയുന്നത് പോലെ പുള്ളിയൊക്കെ വളരെയധികം സ്വദേശി സാധനങ്ങളെയൊക്കെയാണ് പുള്ളി ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വദേശിവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുള്ളിയാണ് പുള്ളി തമിഴ്നാട്ടിൽ നിന്നാണ്. പുള്ളിൻ്റെ പേര് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ അറാട്ടേൻ്റെ ഓരോരോ ആപ്സ് നോക്കി വെക്കാം. സോഹോൻ്റെ ഓരോരോ ആപ്സ് നമുക്ക് നോക്കി വെക്കാം. വാട്സപ്പ് അത് തന്നെ അറാട്ടയുണ്ട്, അതേപോലെ തന്നെ സോഹോ മെയിലുണ്ട് ആക്ച്വലി. പിന്നെ സോഹോ കലണ്ടർ ഉണ്ട്, സോഹോ വർക്ക് ഡ്രൈവ് ഉണ്ട്, സോഹോ റൈറ്റർ ഉണ്ട് ഡോക്സിന് പോയായിട്ട് ഗൂഗിൾ ഡോക്സിന്. പിന്നെ സോഹോ ഷീറ്റ് ഉണ്ട് ഗൂഗിൾ സ്ലൈഡ്സിലും പവർ പോയിന്റിലും. പിന്നെ സോഹോ മീറ്റിംഗ് ഗൂഗിൾ മീറ്റിന് പോയായിട്ട്. പിന്നെ സോഹോ ക്ലിപ്പ് മൈക്രോസോഫ്റ്റ് ടീംസ് ഷെയർ പോയിന്റ് കമ്മ്യൂണിറ്റീസ്. സോഹോ സോഷ്യൽ ഉണ്ട്, മെറ്റേൻ്റെ നേറ്റീവ് പബ്ലിഷിംഗ് ടൂൾസ്, ഹോട്ട് സൈറ്റ് ആൻഡ് ബഫർ. അതെന്തിനാണെന്ന് എനിക്ക് ആക്ച്വലി അറിഞ്ഞൂടാ. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഇതാണ്. അപ്പം ഇന്ത്യൻ തിങ്സിനാണ് അവരിപ്പം ഇതാക്കുന്നത്. സോഹോ ഈസ് സെറ്റ് ടു ഹിറ്റ് ഗൂഗിൾ ന്യൂ സബ് ബ്രാൻഡ് വാനി ടു ഓഫർ വിഷ്വൽ കൊളാബറേഷൻ ടൂൾസ് ഓൾസോ. ഓ എൻ്റെ അമ്മോ, വാനി, വാവ്. ഇനി ഗൂഗിളിട്ടാണ് അവരുടെ അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത്. മോക്ഡ് as a YouTuber, now the man India's first edtech IPO worth 500 million. എൻ്റെ അമ്മ. അലാഖ് പാണ്ഡെ, ഫിസിക്സ് വാല. ഫിസിക്സ് വാലനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആക്ച്വലി. എനിക്കതിനെക്കുറിച്ച് അങ്ങനെ ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആക്ച്വലി എങ്ങനെയൊന്നും അറിയില്ല. അതിൻ്റെ IPO ആണ് ഇനി വരാൻ പോകുന്നത്. और उस वीडियो का मेरे कॉलेज के व्हाट्सएप ग्रुप पे मजाक बनता था. आज वो कॉलेज के व्हाट्सएप ग्रुप वाले दोस्त ऑफिस के बाहर खड़े रहते हैं. अलग से मिलना है वो मेरा दोस्त था. अंदर आके कोई मुझे नाम बताता नहीं. കാലം പോയി പോക്കെ. പണ്ട് മോക്ക് ചെയ്ത സുഹൃത്തുക്കളാണ് ഇന്ന് ആ ഒരു ഫിസിക്സ് വാലയിൽ നല്ല ജോലി കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നേക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്. എൻ്റെ അമ്മ. അപ്പം അവരും IPO ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. എൻ്റെ മോനെ. IPO സീന്. KitKat 4 Finger Pro, KitKat Roast iPhone 17 Pro. KitKat Roast iPhone 17 Pro by launching a Pro version of its chocolate bar. കോമഡി ആണല്ലോ കിറ്റ്കാറ്റ് ഗൈസ്. എനിക്ക് കിറ്റ്കാറ്റിനെ കുറിച്ച് ആക്ച്വലി എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട്. അതായത് ഞാനിങ്ങനെ കിറ്റ്കാറ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കിറ്റ്കാറ്റ് കഴിക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് അതിനകത്തുനിന്നൊരു മുടി കിട്ടി ഗൈസ്. അതിനെ പിന്നെ ഞാനത് കഴിക്കൽ നിർത്തി. കിറ്റ്കാറ്റ് കഴിക്കൽ നിർത്തി. കാര്യം പറയാമല്ലോ. അതോടെ കിറ്റ്കാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സാധനം. ബട്ട് അതോടെ അങ്ങ് തീർന്ന് കിട്ടി കിറ്റ്കാറ്റ്. TCS massive layoffs in Pune. TCS already posted around 2,500 employees in Pune to resign. അങ്ങനെ TCSലും എന്താണ് ഗൈസ്, പിരിച്ചുവിടലാണ് ഗൈസ്. ക്രൂവൽറ്റികളാണ് ഗൈസ്. ഈ ഹിന്ദി എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്, അതുകൊണ്ട് നമ്മൾ വേണ്ട പരിപാടിയാണ് നിർത്തുന്നത്. Top 10 industries that will mint India's next corporate founders in 2025. എന്താ ചോദിക്കുക? ബിഗ്ഗസ്റ്റ്
ഫോർത്ത്. ക്ലൈമറ്റ് 2 ട്രില്യൺ ഓൾറെഡി ഫ്ലോയിങ് ഇൻ ടു ക്ലീൻ എനർജി. എൻ്റെ അമ്മോ. ബട്ട് ഗ്രിഡ് സ്റ്റിൽ സ്റ്റോറേജ് സ്റ്റിൽ ഫെയിൽസ് ദ ഗ്യാപ്പ് യുവർ ഓപ്പർച്യൂണിറ്റി. ആദ്യത്തെ എന്ന് പറയുന്നത് ക്ലൈമറ്റിലാണ്. പിന്നെ വാർ ആൻഡ് സ്പേസ് ബിഗ് മണി. ഡിഫൻസ് ബഡ്ജറ്റ് അറ്റ് റെക്കോർഡായി. ഡിഫൻസ് ബഡ്ജറ്റ് ഓരോ വർഷവും സ്പെൻഡ് ചെയ്യുന്ന ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാരി ഇതാണ്. സ്പേസ് എക്കോണമി അറ്റ് 600 ബില്യണിലാണ് സ്പേസ് എക്കോണമി. ഇപ്പം തന്നെ സ്പേസ് എക്സ് ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും അതേപോലെ ഒരു ഐറ്റം ഒക്കെ വരട്ടെ. സാറ്റലൈറ്റ്സ്, ഡ്രോൺ, സെക്യൂരിറ്റീസ്, ദിസ് ഈസ് വേർ ദ നെക്സ്റ്റ് യൂണിക്കോൺ പ്രൈസ്. അപ്പം സാറ്റലൈറ്റ്, ഡ്രോൺസ്, സെക്യൂരിറ്റീസ്, ഹെൽത്ത് കെയർ, ഇന്ത്യസ് നെക്സ്റ്റ് ഗോൾഡ് മൈൻ. 1/6 people will be 60+. ഗായ്സ് 2030 ആകുമ്പം 6 ആൾക്കാരിൽ ഒരാൾ 60ന്റെ മുകളിലേക്ക് ആയിരിക്കും. ഫ്രം AI ഡോക്ടേഴ്സ് ടു വുമൻസ് വെൽനസ്. എൻ്റെ അമ്മ, മാർക്കറ്റ് ഈസ് അബൌട്ട് എക്സ്പ്ലോർഡ്. അപ്പം ഡോക്ടർ റെഡി, അങ്ങനെ കുറേയധികം. പിന്നെ അപ്പോളോ ഹോസ്പിറ്റൽസ്, അങ്ങനെ കുറേയധികം ആൾക്കാർ നല്ല ബെനിഫിറ്റ് ആണ്. ബയോടെക്നോളജി, ദ സൈലന്റ് റെവല്യൂഷൻ. ന്യൂ ക്യൂസ്, ന്യൂ മെഡിസിൻസ്, ബട്ട് ലാബ്സ് നീഡ് ടൂൾസ്, ടെസ്റ്റിംഗ് ആൻഡ് ഇൻഫ്ര. നല്ല ലാബുകൾക്ക് വേണ്ടി നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കൊടുക്കുക. പിന്നെ അതേപോലെ നല്ല രീതിയിലുള്ള ടൂൾസ്, ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ടൂൾസ് എല്ലാം നമുക്ക് ഉണ്ടാക്കുന്നതാണ്. ബിൽസ് ദ പിക്സ് ആൻഡ് ഷോവൽസ്, വോൺ ദ ഗോൾഡ് റഷ്. എന്താണാവോ, ഇതന്നെയായിരിക്കും. AI ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പവർടെക്. ഇതൊരു സത്യം കേട്ടോ. AI ഇൻഫ്രാസ്ട്രക്ചർ ആക്ച്വലി ഗൂഗിള് ഇവിടെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓപ്പൺ AI ആണെങ്കിൽ ഡൽഹിയിൽ ഒരു ഓഫീസ് അവർ ആക്ച്വലി അവരുടെ ഒരു പ്ലാനിങ്ങിലുണ്ട്. ഡാറ്റ സെൻറ്റർ സെലക്ട് പ്രൊജക്റ്റഡ് ടു മോർ ദാൻ ഡബിൾ ബൈ 2000. അതെ, പവർ ആൻഡ് ക്യാപ്പബിലിറ്റീസ് ആർ ദ ന്യൂ ബോട്ടിൽനെക്ക്. യെസ്, അതായത് ഇഷ്ടംപോലെ ഡാറ്റ സെൻറ്റേഴ്സ് വേണം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും വലിയൊരു ഡാറ്റ ഉള്ളൊരു കൺട്രിയാണ്. അതേപോലെ തന്നെ ഇവിടെ ഇന്ത്യയിൽ ഡാറ്റ സെൻറ്റേഴ്സ്, AIക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റ സെൻറ്റേഴ്സ് ഉണ്ടോ എന്ന് ഒരു സംശയം. കാരണം ഇംഗ്ലണ്ട്, US ആണെങ്കിൽ ഇങ്ങനെ ട്രംപ് വരെ, പുള്ളി വരെ ഗവൺമെന്റിന്റെ സ്ഥലം ഡാറ്റാ സെന്റേഴ്സിന് വേണ്ടി പുള്ളി അനുവദിച്ചു കൊടുത്തേക്കാണ്. ഇത്ര ലീസിന് പൈസ കൊടുക്കണം. ബട്ട് ഓർത്ത് നോക്കുക, ആ ഗവൺമെന്റിന്റെ സ്ഥലം വരെ. കാരണം അത്രയും കിടിലനായിട്ടാണ് അവർ ആ ഒരു AI റേസിൽ ഉണ്ടാക്കുന്നത്. അതേ രീതിയിൽ തന്നെ ആന്ധ്രയിലോ തെലങ്കാനയിലൊക്കെ ഇപ്പോൾ ഇവരുടെ ഗൂഗിളിന്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഡാറ്റാ സെന്റർ വരുന്നുണ്ട് ആക്ച്വലി. Operators report rising cost and power constraints as AI density climbs. Banks forecast 92 ജിഗാവാട്ടിന്റെ ഡാറ്റാ സെന്റേഴ്സ് ആണ് 2027 തൊട്ട് വേണ്ടത് ആക്ച്വലി എന്ന് പറയുന്നത്. അപ്ലൈഡ് ഏജന്റിക് AI ഫോർ വർക്ക് ഫോഴ്സ് ആൻഡ് സെക്യൂരിറ്റീസ്. ഏജന്റിക് AI is a 2025 ടോപ്പ് ട്രെൻഡ്. എന്റർപ്രൈസ് നീഡ് സേഫ് ഗവൺ ഓട്ടോമേഷൻ. അതെ, എൻ്റർപ്രൈസുകൾക്കെല്ലാം നല്ല കിടിലനായിട്ടുള്ള AI സാധനങ്ങൾ, ഏജന്റിക് AIs ഒക്കെ കിടിലനായിട്ട് നല്ല രീതിയിൽ തന്നെ വേണം. AI സ്റ്റാർട്ടപ്പ്. അതെ, AI സ്റ്റാർട്ടപ്പുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകാരും നല്ല രീതിയിൽ തന്നെ ഇതാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള പുള്ളിൻ്റെ അരവിന്ദ് ശ്രീനിവാസിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടല്ലോ, പേർപ്ലസ് സെക്ടി. അതിനകത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ഫിൻടെക് 3.0. ബാങ്ക്സ് ഡു നോട്ട് കെയർ അബൌട്ട് ഹൈപ്പ്. ഓക്കെ, ദേ നീഡ് AI to ഫൈറ്റ് ഫോർ റിസ്ക് കംപ്ലൈൻസ്. അപ്പം നമുക്ക് ഓരോരോ ഫിൻടെക് സാധനങ്ങൾ നല്ല 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 ബാങ്കുകൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഗൈസ്. നല്ല നല്ല ബാങ്കുകളും ഇതൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. സ്പേസ് എനേബിൾഡ് സർവീസ്. അതെ, സ്പേസിലേക്ക്. വൈ നൗ? ലോഞ്ച് കോസ്റ്റ് കീപ് ഫാളിംഗ്. ഗവൺമെന്റ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ ബയേഴ്സ് ആർ എക്സ്പാൻഡിങ് ബഡ്ജറ്റ്. ഡാറ്റ കണക്ടിവിറ്റി ആൻഡ് ഇൻ ഓർബിറ്റ് സർവീസ് ആർ നെക്സ്റ്റ്. അതാണ് ഇനി സ്പേസിലാണ് ഇനി അടുത്ത കളി എന്ന് പറയുന്നത്. സ്പേസ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. അതെ, ഇനി റോബോട്ടിക്സ് കണ്ടില്ലേ, ഇവിടെ ചൈനയിലൊക്കെ ആണെങ്കിൽ ഒരു വീഡിയോ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ചെങ്ങായി ഇതുമായിട്ട് മൽപ്പിടുത്തല്ല, ഇതിനിങ്ങനെ പ്രാക്ടീസ് ചെയ്യിക്കുക ഓരോരോ ആക്ഷൻസ്. ഈ ചെങ്ങായി ഈ റോബോട്ടിന് പോയിട്ട് ചവിട്ടുക, ഇടിക്കുക, തുപ്പുക, തൊഴിക്കുക. ഇതൊക്കെയാണ് ഈ ചെങ്ങായിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. റോബോട്ടിക്സ് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും നല്ല രീതിയിൽ തന്നെ. എൻ്റെ അമ്മോ, 575K 2025. എൻ്റെ അമ്മ, അത്രയധികം ഇൻസ്റ്റാളേഷൻസ് ആയിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത് റോബോട്ടുകൾക്ക് വേണ്ടി. AI വാർസോൺ. അതെ, 2025 എന്ന് പറയുന്നത് AI വാർസോൺ ആണ്. എല്ലാവരും AI ബിൽഡ് ചെയ്യുക. അതാണ് അതിനകത്ത് ഏറ്റവും വലുതും ചെറുതുമായിട്ടുള്ള കാര്യം. എലോൺ മസ്ക് ജസ്റ്റ് മെയ്ഡ് ഹിസ്റ്ററി, ഫസ്റ്റ് പേഴ്സൺ എവർ ടു ക്രോസ്. അതെ, ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു 500 ബില്യൺ
നെറ്റ്വർത്ത് നമ്മുടെ ആർക്കാണ്, എലോൺ മസ്കിനുണ്ട് ആക്ച്വലി 500 മില്യൺ. 1-2 അല്ല, 500 മില്യൺ. ആദ്യത്തെ ഒരു മനുഷ്യനാണിത് ഇവിടെ എത്തിയിരിക്കുന്നത് ഗൈസ്. സെറോദ ബാക്ക്ഡ് ബൈ നിക്കൽ FY25 എന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആ ഒരു ക്വാർട്ടറിൻ്റെ ഇതായിരിക്കാം ആക്ച്വലി. 4400 കോടി പ്രോഫിറ്റാണ് സെറോദ ഈ വർഷത്തെ ആ ഒരു ടേമിൽ ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറയുന്നത്. ടേം കോമറ്റ് പെർപ്ലെക്സിറ്റി AI റോൾസ് ഔട്ട് കോമറ്റ് ബ്രൗസർ ഫോർ ഫ്രീ. സ്റ്റാർട്ടപ്പ് ഈസ് മേക്കിംഗ് കോമറ്റ് ഫ്രീ ഫോർ യൂസേഴ്സ് ആസ് ഇറ്റ്സ് എ ഫ്യൂച്ചർ ഡിവൈസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പെർപ്ലെക്സിറ്റിൻ്റെ ആ ഒരു കോമറ്റ് ബ്രൗസർ അതിന് ഫ്രീ ആയിട്ട് ഇവന്മാർ തരുമെന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് കൺഫേം ആക്കാം കേട്ടോ. അതിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം കൺഫേം ഒക്കെ ആക്കാനായിട്ട്. പാരച്യൂട്ട് ഓയിൽ 60% കോസ്റ്റ് ഓൺ ഇൻസ്റ്റാമാർട്ട് ദാൻ കിരാന ഷോപ്സ്. എൻ്റെ അമ്മ, ഇൻസ്റ്റാമാർട്ടിൽ ഒടുക്കത്തെ മുടിഞ്ഞ വിലയാണ്. ഓ, വാട്ടർ മാർക്കറ്റ് വിത്ത് ക്യാമ്പാഷുവർ. എൻ്റെ അമ്മോ, അവര് ബിസ്ലറിക്കൊക്കെ ഇനി ഒരു അടിയാട്ടോ. ക്യാമ്പാഷുവർ അതായത് 1 ലിറ്ററിന് 15 രൂപ. ബിസ്ലറി കിണ്ടി ക്യാമ്പ 15. അതായത് ഇവർ ബിസ്ലറിക്കൊക്കെ എനിക്ക് തോന്നുന്നു 20 രൂപയാണെന്നാണ് വിശ്വാസം. അപ്പോൾ അതേ രീതിയിൽ തന്നെ 15 രൂപ. ഇതിൻ്റെ ക്യാമ്പ കോള ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ആ സാധനത്തിനാണെങ്കിൽ തന്നെ അവർ വില കുറവാണ്. ഇവർ നല്ല വില കുറച്ചിട്ടാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് കൊക്കക്കോളയൊക്കെ അതിനും ചെറിയ രീതിയിൽ വില കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ക്യാമ്പ കോളേൻ്റെ വില കുറവ് കാരണം തന്നെ. സൊമാറ്റോ ബാങ്ക് ഓഫ് അമേരിക്ക ആംസ് ബൈ 80 lakh സൊമാറ്റോ പാരന്റ് ഷെയർസ് വിത്ത് 266 കോടി രൂപ. അപ്പം ഇത് ബാങ്ക് ഓഫ് അമേരിക്ക അവർ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ സൊമാറ്റോൻ്റെ പാരന്റ് ഷെയർസ്. സെപ്റ്റോ സെറ്റ് ടു റൈസ് 400 മില്യൺ 7 ബില്യൺ വാല്യൂഷൻ. സെപ്റ്റോ സീൻ 400 ബില്യൺ ആണ് ഇവനെ അവർ പ്രൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. വാവ്. ഏത് ഓവർടേക്ക് ഓൾ ഇൻ സെപ്റ്റംബർ ടു TVS stays on top. അപ്പം വെറുതെ അല്ല ഗൈസ്, ഇപ്പം ഓലേൻ്റെ ഒക്കെ ഈ ഇലക്ട്രിക്കലിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയാൻ നല്ല രീതിയിൽ കൂമ്പിയിട്ടുണ്ട്. കാര്യം പറയാലോ, ഇപ്പം അതൊരു 60 കിടന്ന സാധനമുണ്ട്, ഇപ്പം 52 ആയിട്ടുണ്ട്. അപ്പം വെറുതെ അല്ല, അവന്മാർ എവിടെ എത്തുന്നില്ല. അതിൻ്റെ ഒരു സീനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വി വർക്ക് ഇന്ത്യ റൈസസ് 1342 കോടി ഫ്രം ആങ്കർ ഇൻവെസ്റ്റ്മെന്റ് ഹെഡ് ഓഫ് 3000 കോടിൻ്റെ IPO. വി വർക്ക് ഇന്ത്യ ഇതെന്താണോ ചെയ്യുന്നത്? വി വർക്ക് ഇന്ത്യ octopus with 8 legs. Okay, you are a startup founder that has to do development കൈസി പുള്ളി നമ്മുടെ of your product, marketing, team building, customer service, sales. You have to do a lot of stuff. Once you get funding, maybe you can have a team for marketing, a team for customer service. But until then, what are you going to do, right? So that is where AI comes in. It can make these legs shorter, make what all you have to do much easier. Octopus with 8 legs. 16 വയസ്സുള്ള ചെങ്ങായി എനിക്ക് തോന്നുന്നു പുള്ളി മലയാളിയാണെന്നാണ്. അതെ, മലയാളി തന്നെയാണ് ചെങ്ങായി. ഷട്ട് ഡൗൺ വൈ US government due to running out of money. US government has officially shut down 15 ബില്യൺ എല്ലാ വർഷവും. The world's biggest economy is shut down. 19 lakh UN government employees are working without pay or send post leave. എൻ്റെ അമ്മ, GDP loss 15 ബില്യൺ എല്ലാ വീക്കിലും. എൻ്റെ അമ്മ, അമേരിക്കയിൽ സീനാട്ടോ. Reality of shutdown. When Congress fails to pass a funding bill, the US government runs out of money. Military and police working without pay. മിലിറ്ററിയും പോലീസും വർക്കിംഗ് വിത്തൗട്ട് പേ. നാസ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ ഏജൻസീസ് ആണെങ്കിൽ ഡാർക്ക് കിടക്കുന്നു. ലാസ്റ്റ് ഷട്ട് ഡൗൺ 35 ദിവസം. സീരീസ് 1 ഇന്ത്യൻ സൈഡ്. ഇതൊന്നും ഒന്നുമല്ല, ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. The economy fall down 87% growth in new government. 87% ഗവൺമെൻറ് ജോബിൽ ഡിക്ലൈൻ ഉണ്ടായത്.
43,000+ ന്യൂ അൺഎംപ്ലോയിഡ്. എൻ്റെ അമ്മ, ആ ഷട്ട് ഡൗൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 43,000 മുകളിലാണ് ആൾക്കാർ അൺഎംപ്ലോയിഡ് ആയിട്ട്. അതായത് സ്മോൾ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ലോൺസ്, സ്മോൾ ബിസിനസ് കട്ട് ഓഫ് ഫ്രം ലോൺസ്, അതെ ആ ലോൺസ് വരെയായി. എയർലൈൻ മണി, എയർലൈൻ ട്രാഫിക് വരെ അൺപെയ്ഡ് ആയിട്ടുണ്ട്. ദ ഹിഡൻ ഡേഞ്ചർ, ദ US cannot release GDP ഇൻഫ്ലേഷൻ ഡാറ്റ. ഇതൊന്നും US റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പോളിസി മേക്കേഴ്സ് ആർ ഫ്ലൈയിങ്. എൻ്റെ അമ്മ, നോ ഡാറ്റ, നോ ഡിസിഷൻ, നോ ഗ്ലോബൽ റിപ്പിൾ എഫക്ട്. 100 വർഷം അവരുടെ അടുത്തായിരുന്നു പവർ. ബട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ, അതുകൊണ്ടായിരിക്കും ട്രംപ് അണ്ണൻ ഇമാതിരി ഒരു പരിപാടി. അതായത് അമേരിക്കനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ലാസ്റ്റത്തെ വന്ന ആ ഒരു വിസ ഉണ്ടല്ലോ, H1 വിസ, അതെങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റേ ജോലി എടുക്കാനുള്ള ആ വിസ, അതിനകത്തൊക്കെ 100K ആണ് ഒരു കമ്പനി അഡീഷണൽ ആയിട്ട് ഒരു എംപ്ലോയിക്ക് വേണ്ടി പേ ചെയ്യേണ്ടത്. എന്തൊരു അവസ്ഥയല്ലേ. Most extraordinary thing, Bill, that a normal dishwasher busboy could grow up to be this. There's no magic. It's just 61 years of hard work every single day. I don't think there's anything more than that. At age 9 years. When he was 15, Jensen Huang worked as a dishwasher a day. Worked all Japan, washed dishes to survive. Computer industry. He and two friends, NVIDIA co-founders Chris Malachowski and Curtis Preem, envisioned a whole new way of processing video game graphics. So we came here, right here to this day, sat right back there, and the three of us decided to start the company. Frankly, I had no idea how to do it. And created their groundbreaking GPU. The chip took video games from this Oof, scene. Went down, scene. ജേർണിയൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് സത്യം പറയാലോ. ഫ്രം ഡൽഹി ടു CEO in US, India, Srini Kogara named as the CEO of largest telecom firm T-Mobiles in the USA. അപ്പം അടുത്തൊരു CEOനെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പം എത്രയധികം സത്യനാടല്ല. മൈക്രോസോഫ്റ്റ്, സുന്ദർ പിച്ചെ, ഗൂഗിള്, ശാന്തനു നാരായണ, അഡോബിൻ്റെ അരവിന്ദ് കൃഷ്ണ, IBM, രാജ് സുബ്രഹ്മണി, ഫെഡെക്സ്, വിമൽ കപൂർ, ഹണിവെൽ, എന്തോരം CEOs ആണല്ലേ. ഇവരാണ് ബിഗീസ്, ടോപ്പ് 5 റിച്ചസ്റ്റ് സെലിബ്രിറ്റീസ് ഓഫ് ബോളിവുഡിലെ റിച്ചസ്റ്റ് സെലിബ്രിറ്റീസ്. ഒന്ന് ഷാറുഖ് ഖാൻ, റെഡ് ചില്ലീസ്, പിന്നെ നമ്മുടെ ജൂഹി ഖാൻ, നൈറ്റ് റൈഡേഴ്സ്, പിന്നെ ഹൃത്തിക് റോഷൻ, ഹൃത്തിൻ്റെ ആ ഒരു ബ്രാൻഡല്ലോ HRX, പിന്നെ കരൺ ജോഹറാണ് ധർമ്മ പ്രൊഡക്ഷൻസ്, ബിഗ് ബി, അമിതാഭ് ബച്ചൻ, വെസ്റ്റ്. ഷാറുഖ് ഖാൻ ഒഫീഷ്യലി ബില്യണയർ ക്ലബ് വിത്ത് സ്റ്റാൻസറും 12,490 crore fortune. He crowned by the Hero India Rich List 2025 as Bollywood's richest star. World cinema makes business genius. എൻ്റെ അമ്മ, റെഡ് ചില്ലീസ് Entertainment. New York South has gone into, എൻ്റെ അമ്മ, 2002 ആ സ്റ്റാർട്ട് ചെയ്തത്. ആ റെഡ് ചില്ലീസിൻ്റെ പ്രൊഡക്ഷൻ ഹൗസും ഉണ്ട്, അതേപോലെ തന്നെ VFX പവർ ഹൗസും ഉണ്ട്. അതാണ് 1000 കോടിയിലേക്ക് അത് മാറിയത്. അതേപോലെ തന്നെ എംപ്ലോയ് ചെയ്യുന്ന 500+ ആൾക്കാരെയാണ് അവർ ആക്ച്വലി എംപ്ലോയ് ചെയ്യുന്നത്. മുംബൈ ടു വില്ലാസ്, ദുബായ്, ലണ്ടൻ, ബെവേർലി ഹിൽസ്, എല്ലായിടത്തും ദുബായിലും ലണ്ടനിലും ബെവേർലി ഹിൽസിലെല്ലാം പുള്ളിക്ക് ഓരോ വില്ലാസിൻ്റെ SRK's ലക്ഷറി പോർട്ട്ഫോളിയോ
property portfolio alone is worth hundreds of endowments. It's not just the king of but the Badrashah business. ബിസിനസ് ഗൈസ്, ബിസിനസ്. ഈ അടുത്ത് അങ്ങനെ ഇതുണ്ടായിരുന്നു. അപ്പം പുള്ളി അങ്ങനെ എന്തടിച്ച് ഇതടിച്ച് ചേതൻ ഭഗത്. Unless you are like some Sundar Pichai CEO of Google, नौकरी करके तो कोई नहीं अमीर हो. Could not agree more. You have to invest, or you have to own a business, create a business, or invest in a business. You have to own. Investing is owning in a small way, Right. and creating a business तो आपने create ही कर दिया. ഗൈസ്, എനിക്ക് വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഓഥറാണ് ആക്ച്വലി ഈ പുള്ളി എന്ന് പറയുന്നത്. കാര്യം പറയാലോ, അതായത് പുള്ളീൻ്റെ ഫസ്റ്റ് നോവൽ ഞാൻ വായിക്കുന്നത് ഒരു ഇതാണ്, ഹാഫ് ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു നോവൽ. അത് മലയാളത്തിലാണ് ആക്ച്വലി ഞാൻ വായിച്ചത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ദിവസം ഇരുന്നിട്ട് 143 പേജസാണ് ഞാൻ നോവൽ വായിച്ചത്. അത്രയും വളരെ അടിപൊളിയായി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നോവലായിരുന്നു. അതിനുശേഷം ഞാൻ വായിച്ചതാണ് 2 സ്റ്റേറ്റ്സ്. അത് പുള്ളീൻ്റെയും പുള്ളിൻ്റെ വൈഫിൻ്റെ ഒരു അവരുടെ കഥയാണ്, പക്ഷേ അതിനകത്ത് കുറേയധികം ഫിക്ഷൻസ് ഒക്കെ ചേർത്തിട്ട് 2 സ്റ്റേറ്റ്സും കൂടെ ഞാൻ വായിച്ചു. ആ ഒരു 2 സ്റ്റേറ്റ്സ് ആണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുന്നത്. കാരണം അത് ഭയങ്കര ടഫായിരുന്നു. സത്യം പറയാലോ, എന്നെ സംബന്ധിച്ച് വളരെയധികം ടഫായിരുന്നു ആ ഒരു ഇംഗ്ലീഷ് നോവൽ വായിക്കാനൊക്കെ ആയിട്ട്. മലയാളം മീഡിയത്തിൽ പഠിച്ച നമ്മൾ ഇംഗ്ലീഷ് നോവലൊക്കെ വായിക്കുമ്പോൾ അവസ്ഥ ഓർത്തിരിക്കാമല്ലോ. അപ്പം അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് വായിച്ചത്. ആ ഒരു പുസ്തകം 2 സ്റ്റേറ്റ്സ് ഞാൻ ഏകദേശം ഒരു തവണ വായിച്ചു. പക്ഷെ എനിക്ക് ആ ഒരു എഫക്റ്റ് കിട്ടിയില്ല ആ ഒരു സ്റ്റോറി ആയിട്ട്. കാരണം ഇംഗ്ലീഷ് ഇഷ്യൂ തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ 2ാമത് തവണ വായിച്ചു. അപ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒരു നോവൽ വായിച്ചതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിയത്. പിന്നെ അതിനുശേഷമാണ് ഞാനിങ്ങനെ കുറേയധികം അല്ല, വളരെ കുറച്ച് ഇംഗ്ലീഷ് നോവൽസും പുസ്തകങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ വായിക്കാനൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് എൻ്റെ ഒരു റൈറ്ററാണ് പുള്ളി ആക്ച്വലി. വാവ്, നമ്മുടെ അരവിന്ദ് സ്വാമി. അങ്ങനെ പുള്ളി ഒരു ബില്യണയർ ആയിരിക്കുന്നു ഗൈസ്. 31 വയസ്സേ ഉള്ളൂ. പെർപ്ലെക്സിറ്റിൻ്റെ കോ ഫൗണ്ടറാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ്റെ യങ്ങസ്റ്റ് ബില്യണയറാണ്. 21,190 കോടിയാണ് പുള്ളിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഗൈസ്. പുള്ളി ടിപ്പ് മൈൻഡിൽ അതേപോലെ തന്നെ നമ്മുടെ ചാറ്റ്ജിപിടിയിലൊക്കെ റിസർച്ച് ആയിട്ടും പുള്ളി ഇരുന്നിട്ടുണ്ട്. ഇന്ത്യസ് ബില്യണയർ ടു. എൻ്റെ അമ്മോ, 358 ബില്യണേഴ്സ് ഇൻ ഇന്ത്യ. റെക്കോർഡാണ്, റെക്കോർഡ്. കളക്റ്റീവ് എടുത്ത് 1676 ലാക്ക് കോർ. അതാണ് കളക്റ്റീവ് എടുത്ത്. 74% ഓഫ് ന്യൂ എൻട്രൻസ് ആർ സെൽഫ് മെയ്ഡ്. 74% ആൾക്കാരും സെൽഫ് മെയ്ഡാണ്. പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരല്ല. അതായത് ഷാറുഖ് ഖാൻ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഷാറുഖ് ഖാനും ആ ഒരു ലിസ്റ്റിലുണ്ട് ഗൈസ്. വിത്ത് അവർ ടോപ്പ് 3. എൻ്റെ അമ്മ, ഒന്ന് മുകേഷ് അംബാനിയാണ്, 9.55 ലാക്ക് ക്രോർ. പിന്നെ ഗൗതം അദാനി 8.15 ലാക്ക് ക്രോർ. റോഷ്നി നാടാർ, എൻ്റെ അമ്മ എന്നുള്ള പത്രം, 2.84 ലാക്ക് ക്രോർ. ഇന്ത്യസ് റിച്ചസ്റ്റ് വുമൺ ആൻഡ് യങ്ങസ്റ്റ് ഇൻ ടോപ്പ് 10. അതാണ് M2M ഒരു ഇന്ത്യ റിച്ച് ലിസ്റ്റ്. ദ ലിസ്റ്റ് ഫീച്ചേഴ്സ് അതാണ് ഷാറുഖ് ഖാൻ ഉണ്ട്. അതേപോലെ തന്നെ ന്യൂഡൽഹിന്ന്, അതായത് മുംബൈ ലീഡ്സ് വിത്ത് 451 ആൾക്കാരെ കൊണ്ട് മുംബൈയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അടുത്തത് ന്യൂഡൽഹി, 223 ആൾക്കാരാണ് ബില്യണേഴ്സ്. അതേപോലെ തന്നെ ബാംഗ്ലൂർ 116. ഫാർമ, അതേപോലെ കെമിക്കൽ, ടെക്, അതേപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഒക്കെയാണ് ഇപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും അതേപോലെ തന്നെ ബയോടെക്നോളജി ഒക്കെ ആക്ച്വലി ഇങ്ങനെ എമേർജിങ് ആയിട്ട് ഇങ്ങനെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഗൈസ്. അപ്പം എന്താ പറയുക, बना रहा हूँ दिखाने के लिए प्रसाधन तो देखेगा ना प्रशासन, सरकार देखेगी ना कि इंसान से इस तरह से काम जो है कराया जा रहा है, हैं? എൻ്റെ आज भी മോനെ देश जो है സീന്. ऐसी मशीनें नहीं दे पाया सफाई कर्मियों को, सफाई कर्मी मशीनों से जो है सीवर का जो है सफाई कर सके. आप देखिए किस तरह से एक आदमी जो है मेन हॉल में घुसा हुआ है और सफाई कर रहा है. ये गाजियाबाद नगर निगम की कहानी है, ये किस्सा है. ऐसे इस तरह से तो भारत कभी भी विश्व गुरु नहीं बनेगा. और जो मेयर साहिबा देख ഐസിനെ ഇത് കാണാൻ എന്നെ കൊണ്ട് വയ്യ. ഒന്ന് ഓർത്ത് നോക്കുക, അത്രയും സീനാണ് കാണാൻ. എൻ്റെ അമ്മ. ഇന്ത്യസ് വിസ്കി ബ്രാൻഡ് ഇൻട്രി വോൺ വേൾഡ്സ് ബെസ്റ്റ് ലാസ് വേഗസ് ഗ്ലോബൽ സ്പിരിറ്റ് അവാർഡ്സ്.
ഈ വിസ്കിക്കാണ് നല്ല സാധനത്തിനുള്ള അവാർഡ് കിട്ടിയേക്കുന്നത് ഗൈസ്. Soho Atari has one feature concept still does not offer in 2025. So the question is in the dedicated app for Android TV. ആൻഡ്രോയിഡ് ടി വി ഉള്ളതാണോ അരാട്ടേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? Why Reliance partner with a British designer instead of an Indian? എന്താണ് ഒരു സ്റ്റെല്ല മെക്കാറ്റ്നി, അതാണ് പുള്ളീൻ്റെ ഒരു ഫാഷൻ ഹൗസ്. പുള്ളിക്കാരത്തിയായിട്ടാണ് ഇപ്പോൾ റിലയൻസ് പിടിച്ചേക്കുന്നത് ഗൈസ്. ടാറ്റ ടു സെറ്റപ്പ് ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ് ഹെലികോപ്റ്റർ ഫൈനൽ അസംബ്ലി ഫോർ എയർബസ് H125. ഫസ്റ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ H125 is early 2025. അപ്പം പ്രൈവറ്റ് ഹെലികോപ്റ്ററൊക്കെയാണ് ഇനി നമ്മുടെ ടാറ്റേൻ്റെ വക കിട്ടാനായിട്ട് പോകുന്നത് ഗൈസ്. ബോട്ട് നെയിംസ് ഗൗരവ് നായർ ആസ് ന്യൂ സിഇഒ ഹെഡ് ഓഫ് IPO. ബോട്ടിൻ്റെ IPO വരാൻ പോകണല്ലേ. അപ്പം ഗൗരവ് നായരാണ് പുതിയൊരു CEO ആയിട്ട്. അമാൻ ഗുപ്ത ഹെൽസ് മേജർ മൈൽസ്റ്റോൺ. Gaurav Nair, CEO, Bot, OpenAI to launch TikTok style social media app for AI videos. അതെന്താണ്? അന്നൊക്കെ AI വീഡിയോസിന് മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ വേറെ പല കാര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനൊക്കെ ഉണ്ടാക്കിക്കൂടെ? AI സ്റ്റൈൽ സോഷ്യൽ മീഡിയ ആപ്പ് ഫോർ AI വീഡിയോസ്. എൻ്റെ അമ്മോ, അങ്ങനെയുണ്ട്. Spotify names 2 new CEO. Co-CEOs as founder. Here Lake become chairman in January 2026. അപ്പം സ്പോട്ടിഫൈൻ്റെ CEO ആയിരുന്ന ഡാനിയൽ ലേക്ക് അങ്ങനെ CEO സ്ഥാനത്ത് നിന്ന് മാറ്റി ഇനി ഫൗണ്ടറുടെ സ്ഥാനത്തിലേക്കായിരിക്കും വരാൻ പോകുന്നത് ഗൈസ്. ക്ലൈമറ്റ്ലി റൈസ് 2 ബില്യൺ ടു സ്കെയിൽ സസ്റ്റൈനബിൾ മാർക്കറ്റ് സൊല്യൂഷൻസ്. അറിഞ്ഞൂടെ ഗൈസ്? ഓക്കെ, ചെന്നൈ ബേസ്ഡ് ഗ്രോ XCD റൈസസ് 200 കോടി ടു ബൂസ്റ്റ് സ്മോൾ ബിസിനസ് ലെൻഡിങ്. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓരോരുത്തരും ഇങ്ങനെ റൈസ്. Basically, I'm just a BCom grad. Siddharth Dunga started Snitch in 2019 as a men's fashion experiment. I don't have any IIT, IIM, MBA. So, कुछ नहीं है. I'm a hardcore hustler. Supplying men's wear to retailers. Then the pandemic hit, orders disappeared, stopped. He adapted. Called into a D2C brand with 30 designs and 4 marketing. It was a new wave in men's style. Freshness became the core. It was a new wave in men's style. സ്വിച്ച് മെൻസ് വിയേഴ്സിൻ്റെ ഒരു ഫാഷൻ ബ്രാൻഡായിട്ട് അവർ മാറിയിരിക്കുന്നത് ഗൈസ്. 11 കോടി 2 hours അഡ്വൈസിന് വേണ്ടി അഡ്വൈസ് ടു കമ്പനീസ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ലാസ്റ്റ് 3 years. 241 കോടിയാണ് വെറുതെ അഡ്വൈസ് അല്ല, നല്ല വിവരം വേണം. അങ്ങനെയൊക്കെ അഡ്വൈസ് പറഞ്ഞ പുള്ളി അങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. ടോപ്പ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് കമ്പനീസ് ഇൻ ഇന്ത്യ May 2000. എയറോസ്പേസും അതേപോലെ തന്നെ ഡിഫൻസ് കമ്പനീസ് എത്തിക്കാണ്. ഹാൽ LTD മാർക്കറ്റ് ക്യാപ്പ് 2.9 lakh crore. ഇന്ത്യസ് ലാർജസ്റ്റ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് കമ്പനി ഹാൽ ലിമിറ്റഡ്. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് കമ്പനി. എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കുക, അതേപോലെ തന്നെ എയർസ്പേസ് സിസ്റ്റം ആൻഡ് എയർസ്പേസ് സിസ്റ്റം ഫോർ ദ ഇന്ത്യൻ ആർമഡ് ഫോഴ്സിന് വേണ്ടി ഇങ്ങനെ ഓരോരോ എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കുക, ഹെലികോപ്റ്റേഴ്സ് ഉണ്ടാക്കുക, അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുക. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് 2.2 lakh crore. അവരെന്താ ചെയ്യുന്നത്? ലീഡിംഗ് പ്ലെയർ ഇൻ ഡിഫൻസ് ഇലക്ട്രോണിക്സ്.
ഡിഫൻസിൻ്റെ ഇലക്ട്രോണിക്സ് ആണ് അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. റഡാർ സിസ്റ്റം അവർ ആക്ച്വലി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഇലക്ട്രോണിക് വാർഫെയർ ടെക് യൂസ്ഡ് അക്രോസ് ഇന്ത്യസ് ഡിഫൻസ് ഫോഴ്സസ്. അതെന്താന്ന് പോലും എനിക്കറിയില്ല ഗൈസ്. ഇനി അടുത്തത് സോളാർ ഇൻഡസ്ട്രീസ്. 1.18 lakh crore ആണ് അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എക്സ്പ്ലോസീവ്സിലൊക്കെയാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അമ്മ്യൂണിഷൻ, അതേപോലെ പ്രൊപ്പല്ലൻസ്, അതിൻ്റെ മീനിങ് പോലും എനിക്കറിഞ്ഞൂടാ. കോമ്പോണൻസ് ഫോർ മിസൈൽസിൻ്റെ ഒക്കെ ഈ കോമ്പോണൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആരാണ്? സോളാർ ഇൻഡസ്ട്രീസ് ആണ്. മിസൈലിൻ്റെ ഒക്കെ ഡിഫൻസ് ഗ്രേഡ് എനർജറ്റിക് മെറ്റീരിയൽസ്. അപ്പം മെറ്റീരിയൽസും ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും അവർ ചെയ്യുന്നുണ്ട്. മസാഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്. 1.13 lakh crore ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ്റെ പ്രീമിയർ ആയിട്ടുള്ള വാർഷിപ്പും അതേപോലെ സബ്മറൈനൊക്കെ ബിൽഡ് ചെയ്യുന്ന മനുഷ്യരാണവർ. അതെ, ഡെലിവേഴ്സ് ഡിസ്ട്രോയേഴ്സ്, ഫ്രിഗേറ്റേഴ്സ് ആൻഡ് സ്കോർ സബ്മറൈൻസ് ഫോർ ഇന്ത്യൻ നേവി. എനിക്ക് അറിഞ്ഞൂടെ ഗൈസ് ഇതെന്താ ആക്ച്വലി ചെയ്യുന്നതെന്ന്. ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് 50,300 കോടി രൂപ. 53,000 കോടി രൂപ. വാട്ട് ദേ ഡു? മാനുഫാക്ചർ ഗ്രേഡ് ഓഫ് മിസൈൽ സിസ്റ്റംസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യും. അണ്ടർ വാട്ടർ വെപ്പൺസ് ഒക്കെ അവർ മാനുഫാക്ചർ ചെയ്യും. അതേപോലെ തന്നെ മിസൈലിൻ്റെ ലോഞ്ചേഴ്സ് ഒക്കെയാണ് അവർ. എന്തോരം കമ്പനികളാണല്ലേ. കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ്, അത് നമ്മൾ അറിയാലോ, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സാധനം. എത്രയാ? 37,000 കോടി രൂപ. ഷിപ്പ് ബിൽഡർ ഫോർ ഇന്ത്യസ് നേവി ആൻഡ് കോസ്റ്റ് ഗാർഡ്. അപ്പം ഇന്ത്യയിലുള്ള എല്ലാ നേവികൾക്കും അതേപോലെ കോസ്റ്റ് ഗാർഡിനൊക്കെ ഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാനാണ് പണി. അതേപോലെ തന്നെ നോൺ ഫോർ ബിൽഡിംഗ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ ഒക്കെ ഉണ്ടാക്കിയത്, INS വിക്രാന്ത് ഒക്കെ ഉണ്ടാക്കിയത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിലാണ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 20,000 കോടി രൂപ. നാവലിൻ്റെ വാർഷിപ്സ് ഒക്കെ അവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പെട്രോൾ ബോട്ട്സ് ഒക്കെ അവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എന്ന് പറയുന്നത് ഫോക്കസസ് ഓൺ ഇൻ ഹൗസ് ഡിസൈൻ ആൻഡ് എക്സ്പോർട്സ് ടു ഫ്രണ്ട്ലി നേഷൻസ്. വേറെ ആൾക്കാർക്കും അവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഗൈസ്. BEML ലിമിറ്റഡ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 12,500 കോടി രൂപ. മിലിറ്ററീൻ്റെ ട്രക്ക്, ടാങ്ക് ഇതൊക്കെയാണ് അവർക്ക് ഉണ്ടാക്കി. അതേപോലെ ഗ്രൗണ്ട് സപ്പോർട്ട് വെഹിക്കിൾസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓൾസോ ആക്ടിങ് ഇൻ എയറോസ്പേസ് ആൻഡ് മൈനിങ് എക്യുപ്മെൻറ്റ്. എയറോസ്പേസിലും അതേപോലെ തന്നെ മൈനിങ് എക്യുപ്മെൻറ്റ് പ്രൊഡക്ഷനിലൊക്കെ ഇവർ വളരെയധികം ആക്റ്റീവാണ് ഗൈസ്. ജയ് ഹിന്ദ്. ഫോളോ സ്റ്റാർട്ടപ്പ്. ഇത്രയധികം സ്റ്റാർട്ടപ്പ് ഈ കമ്പനികളൊക്കെ ഒന്നും തന്നെ എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇതിനകത്ത് ഓരോരോ കമ്പനികളെ കുറിച്ച് തന്നെ ഇങ്ങനെ പഠിച്ച് വരുന്നത് ഗൈസ്. എന്നാ ചെയ്യാനാ ഗൈസ്. എവറി ബിസിനസ് സ്റ്റാർട്ട് വിത്ത് സീറോ. Yep. ഏഷ്യാസ് ലാർജസ്റ്റ് ഫുഡ് പാർക്ക് 40,000 കോടി രൂപേൻ്റെ ഫുഡ് പാർക്കാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. എവിടെയാണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് ദ ടൈം ഫോർ അഡ്മാനിർ ഭാരത. വാട്സപ്പ് അറാട്ടെ, മൈക്രോസോഫ്റ്റ് സോഹോ, ഗൂഗിൾ മാപ്പ്, മാപ്പിൾസ്. മാപ്പിൾസ് എന്ന് പറയുന്ന പുതിയ സാധനമൊക്കെയോ. എല്ലാം സ്വദേശീവൽക്കരണമാണ് ഗൈസ്. സ്വദേശീവൽക്കരണം.
അതേപോലെ ഇനി നമുക്ക് വല്ല യൂട്യൂബ് സാധനമൊക്കെ എടുക്കാറുണ്ടോ? ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് ഗൈസ്, ഇത്രയധികം കാര്യങ്ങളൊക്കെ. ഇനി സോഹോ മെയ്ഡ് ഇൻ ഇന്ത്യ മെസ്സേജിങ് ആപ്പ് ഇൻ പ്രൈവസി ഉണ്ടാവും. അതേപോലെ ഇന്ത്യൻ സെർവേഴ്സ് സോറിങ് ഡൗൺലോഡ്സ് ഗെയിം വാട്സപ്പ് ഗൂഗിൾ കോമ്പറ്റീഷൻ. വാട്സപ്പിന് കോമ്പറ്റീഷനാണ് ഇന്ത്യസ് വൺ പ്രൈവസി ഫസ്റ്റ് ബ്രൗസർ. എൻ്റെ അമ്മ നോ ട്രാക്കിംഗ് ബിൽഡ് ഇൻ ആഡ് ബ്ലോക്കർ സ്മാർട്ട് പ്രൊഡക്ടിവിറ്റി മോഡ്സ് ഫോർ വർക്ക് ആൻഡ് ലൈഫ് ബാലൻസ്. ഇതെന്നാ ദ ദേശീയ ആൾട്ടർനേറ്റീവ് ടു മൈക്രോസോഫ്റ്റ് ഓഫീസിനാണ്. റൈറ്റ് ഷീറ്റ്സ് അത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, എല്ലാം ഉണ്ടാകും, എല്ലാ സാധനങ്ങളും. മാപ്പ് മൈ ഇന്ത്യസ് നേവിഗേഷൻ ആപ്പ്. മാപ്പ് മൈ ഇന്ത്യ റിയൽ ടൈം ട്രാഫിക് ടോൾ കോസ്റ്റ് സിഗ്നൽ ടൈമേഴ്സ് വിത്ത് ഓൾ യുവർ ഡാറ്റ സ്റ്റോർഡ് സേഫ്ലി ഇൻ ഇന്ത്യ. എല്ലാം ഇന്ത്യയിൽ തന്നെയാണ് സേഫ് ചെയ്യുന്നത്. എന്നാൽ ഇവരുടെ സോഹോൻ്റെ വെബ് ബ്രൗസർ ഏതാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. സോഹോ മെയിലുണ്ട്, മാപ്പിൾസ് ഉണ്ട്. ബ്രൗസർ ദാറ്റ് കിൽസ് ആഡ്സ് ട്രാക്കേഴ്സ് വിത്ത് ഡെഡിക്കേറ്റഡ് വർക്ക് പേഴ്സണൽ മോഡ്സ്. അതാണ് അതിൻ്റെ ബ്രൗസർ എന്ന് പറയുന്നത്. നല്ല ബ്രൗസറൊക്കെ ഒന്ന് നോക്കണമല്ലോ, നല്ല കിടിലം ബ്രൗസർ ആയിരിക്കുമോ? നമുക്ക് നോക്കാം. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഗൈസ്. കുറച്ച് കഴിയട്ടെ. അയ്യോ പോയി. ഇതാണ് US firms shift high value work to India amid H1B visa fee hike. അതാണ് H1B വിസയിലാണ് ആ ഒരു ഹൈക്ക് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം അതിനകത്ത് എത്ര പൈസ കൊടുക്കുന്നറിയോ? 100K ആണ് ഒരു വർഷത്തേക്ക് കൊടുക്കേണ്ടത്. യൂട്യൂബ് ലോഞ്ചസ് പ്രീമിയം ലൈറ്റ് പ്ലാൻ ഇൻ ഇന്ത്യ. 86 രൂപയ്ക്ക് പ്രീമിയം ലൈറ്റ് പ്ലാൻ ആണ് ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 89 രൂപ. ഹൗസ് ഓഫ് NBFS ഫേം HX റൈസ് 200 കോടി രൂപ. ഫേമിനെ കുറിച്ച് പോലും എനിക്കറിയില്ല. മറൈൻ റോബോട്ടിക് സ്റ്റാർട്ടപ്പ് ഐറോ ബാങ്ക്സ് 47 കോടി ഇന്ത്യൻ നേവിയിൽ എടുക്കുന്നതാണ് കിട്ടിയിരിക്കുന്നത്. മറൈൻ റോബോട്ടിക് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് SLL റൈസസ് 44 കോടി രൂപ ഫ്രം ഫോക്സോ വെഞ്ചേഴ്സ്. എൻ്റെ അമ്മ. ലാർജ് സ്കെയിൽ ബിഹേവിയറൽ മോഡൽസ്. സ്പിരിച്വൽ ടെക് സ്റ്റാർട്ടപ്പ് വാമ ബാഗ്സ് 26 കോടി രൂപ ഫോർ ഓഫ്ലൈൻ ട്രാവൽ എൻട്രി. എൻ്റെ അമ്മ. വാമ എക്സ്പേർട്സ് ഡിജിറ്റൽ പൂജ സർവീസ് ടു ഓഫ്ലൈൻ ട്രാവൽ. ഇതൊക്കെ വലിയൊരു ഇതാട്ടോ. അതായത് സ്പിരിച്വൽ ടെക് സ്റ്റാർട്ടപ്പാണ് അത് ആക്ച്വലി. സ്പിരിച്വൽ ടെക് സ്റ്റാർട്ടപ്പ് അതൊക്കെ വന്നൊരു ഇതാട്ടോ. പൊളിമുണ്ട്. ഡിഫൻസ് ടെക് സ്റ്റാർട്ടപ്പ് അൺമാൻഡ് റൈസസ് 2 മില്യൺ ഫ്രം സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എസ് ഫ്രഷ് ക്യാപിറ്റൽ. ഫ്ലിപ്കാർട്ട് ഓൺഡ് ക്ലിയർസ്റ്റിക് സ്പെൻഡ് 5 to earn every FY25. 5 രൂപ ഉണ്ടാക്കാൻ 1 രൂപ സ്പെൻഡ്. 5 രൂപ മസ്റ്റ് ഏൺ എവറി. എൻ്റെ അമ്മ. 1 രൂപക്കാണ്ട് 5 രൂപ കൊടുക്കണം. ഇതൊക്കെ എന്തുവാ? അലൻസോളി അപ്പോയിന്റ് സാനിയ മുസാസ് ബ്രാൻഡ് അംബാസഡർ ഫോർ വുമൻസ് വെയർ. എൻ്റെ അമ്മ. അലൻസോളിൻ്റെ വുമൻസ് വെയറിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് സാനിയ മുസാസ്. Alansawli meet Satyam Kumar, India's most Asian from Bihar at age 12. 12 വയസ്സ്. He cracked IIT JEE. 12ാമത്തെ വയസ്സിൽ ക്രാക്ക് ചെയ്തോ? സ്റ്റഡി ഇലക്ട്രിക് ഇന്ത്യൻ IIT കാൺപൂർ. 13ാമത്തെ വയസ്സിൽ കാൺപൂരിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതേപോലെ തന്നെ ബിടെക്കിന് എൻട്രോക്കും പുള്ളി പാസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് സൂറിച്ച് എക്സ്പ്ലോർഡ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ്. സൂറിച്ചിലാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ്. എ ടെക് ദാറ്റ് ലെറ്റ്സ് ദ മൈൻഡ് ടോക്ക് ടു മെഷീൻസ്. മൈൻഡ് കൊണ്ട് മെഷീനുകളോട് ടോക്ക് ചെയ്യാൻ പറ്റുന്ന 24 ആൻഡ് പബ്ലിഷ്ഡ് ബ്രേക്ക് ത്രൂ റിസർച്ചൊക്കെ പബ്ലിഷ് ആക്കിയിട്ടുണ്ട്. ആപ്പിളിലാണ് മെഷീൻ ലേണിംഗ് ഉള്ളിൽ വെച്ചത്. റിസർച്ച് എഞ്ചിനീയർ ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സ് സ്റ്റിൽ പുഷിംഗ് ബൗണ്ടറീസ് ഓഫ് ന്യൂറോസയൻസ് ആൻഡ് AI. എൻ്റെ അമ്മ. സീൻ ചെങ്ങാതിയാണല്ലോ. ആപ്പിൾ ഉണ്ടായിരുന്നു, ഇപ്പം പുള്ളി വർക്ക് ചെയ്യുന്ന ടെക്സാസ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന ഒരു ഇതിനകത്താണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. This is not CGI and it's not science fiction anymore.
China has just made one of the most terrifying announcements in modern warfare. In a chilling speech, officials revealed a weapon unlike anything the world has ever seen: true invisibility. Experts warn it won't just be used on people. The next generation of fighter jets and weapons could disappear right before our eyes. Here's the shocking part. This quantum invisibility doesn't just hide objects, it can even fool heat-sensing cameras, meaning someone could walk straight through the most secure facilities in the world completely undetected. Two workers held up a strange panel. As they turned it, the person behind it vanished, blended perfectly into the background. The phrase was unforgettable. Science fiction is now reality. This technology bends light itself, erasing anything behind it. And if it falls into the wrong hands, the consequences could be catastrophic. Because right now, there is no defense against it. This is not സീൻ സാധനമാണ് ചൈന ഇറക്കി വിട്ടേക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക. അതായത് ആ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഇരുന്നാലും നമ്മൾ ആരും കാണുന്നില്ല, നമ്മൾ ആർക്കും പിടിക്കാനും പറ്റില്ല. അമ്മാതിരി ഒരു സീൻ സാധനം. എൻ്റെ അമ്മ, ഇങ്ങനത്തെ ഒക്കെ ഒരു ഐറ്റം അമ്മമാർ പടച്ചു വിട്ടേക്കുന്നത്. ഇത് അധികം ആൾക്കാർ അറിഞ്ഞിട്ടുമില്ല. അതാണ് അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോരോ ഐറ്റങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ടണ്ടാ അക്സറഞ്ചൽ, എൻ്റെ അമ്മ അക്സഞ്ചർ 11K ജോബ്സ് ആണ് അവർ ഇതാക്കി. എന്റെ ഇത് കാരണം അവരിങ്ങനെ ഇങ്ങനെ 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 താഴേക്ക് കട്ട് ഓഫ് ചെയ്തത് ഗൈസ്. From making soap in his teens to hosting Bill Gates and podcast from Gates Temple. Yes, Raj Shamani. ഗൈസ് ഇത് ഭയങ്കര ഹീറ്റ് ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ That's a pop. ഇത് വേണ്ട, ഇതൊന്നും വേണ്ട. വീഡിയോസ് നമുക്ക് അത്ര സീനല്ല ഗൈസ്. B2B Place, എൻ്റെ India's largest marketplace is streaming how business grow. B2B Place എന്താണ്? The problem, most B2B platforms fail at trust and transparency. അത് സത്യമാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി എന്താണെന്ന്. ഓക്കെ, സെല്ലേഴ്സ് ഗെറ്റ് ഫേക്ക് ഓർ ഡിലേഡ് ലീഡ്സ്. അതെ, ചില സമയത്ത് പണ്ടൊക്കെ ചില ഇതിനകത്ത് നമുക്ക് കല്ലൊക്കെ കിട്ടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. എന്താ പറയുക, അതാണ് വെരിഫൈഡ് ആയിട്ടുള്ള സപ്ലൈസിനൊക്കെ അവന്മാർക്ക് കിട്ടാനൊക്കെ വളരെയധികം സീനാണ്. ആജോ വാസ് ബിൽഡ് ടു സോൾവ് ദിസ് പ്രോബ്ലം അറ്റ് സ്കെയിൽ. ആജോ സൊല്യൂഷൻ, വെരിഫൈഡ് സെല്ലേഴ്സ് ഓൺ ബോർഡ്. എൻ്റെ അമ്മ, 50,000 കൂടുതൽ വെരിഫൈഡ് സെല്ലേഴ്സ് ആണുള്ളത്. 10 മില്യൻ്റെ മുകളിലാണ് ബയേഴ്സും സെല്ലേഴ്സും ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. 1.7 മില്യൺ ആണ് മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ് ഉള്ളത്. അതേപോലെ തന്നെ ഇതിനകത്ത് AI പവേർഡും യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ഡിസ്ട്രിബ്യൂഷനിൽ. പിന്നെ അതേപോലെ തന്നെ വെരിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് ലീഡ്സും അതിനകത്തുണ്ടാവും. നാഷണൽ വൈഡായിട്ട് ബയേഴ്സും അതേപോലെ തന്നെ സെല്ലേഴ്സും ഇവരുടെ കൂടെ ഉണ്ട്. സീൻ ട്രാൻസ്പെറൻറ്റ് ആൻഡ് റിലയബിൾ ലീഡ് ജനറേഷൻ. ഓൺലൈൻ സ്റ്റോർ ഫ്രണ്ട് ആൻഡ് പ്രൊഡക്റ്റ് കാറ്റലോഗ്. പാനിൻ്റെ എല്ലായിടത്തും വിസിബിലിറ്റിയാണ്. പിന്നെ കസ്റ്റമർ മാർക്കറ്റിംഗ് അതേപോലെ തന്നെ പ്രൊമോഷൻ ടൂൾസും എല്ലാം ഇവരുടെ അടുത്തുണ്ട്. ഫൗണ്ടേഴ്സ് ടീം ആനന്ദ് കിഷോർ CEO. ഐ എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഫസ്റ്റ് ഹാൻഡ്. ഫേക്ക് ലീഡ്സ്, വേസ്റ്റ് ടൈം, നോ ട്രാൻസ്പെറൻസി. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു കിടിലൻ സാധനം അവർ പടച്ചു വിട്ടേക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ബിസിനസ്സിനെ ബിൽഡ് ചെയ്ത് എംപവർ ചെയ്യാനാണ് ആജോ എന്ന് പറയുന്ന സാധനം ഇതാക്കിയിരുന്നത്. ക്രിയേറ്റ് വെരിഫൈഡ് കണക്ഷൻസ് ആൻഡ് ഹെൽപ്പ് കമ്പനീസ് ഗ്രോ സ്മാർട്ടർ ആൻഡ് ഫാസ്റ്റർ. സ്മാർട്ടർ ആൻഡ് ഫാസ്റ്റർ. 3 മെമ്പേഴ്സിന് ഇപ്പം 100+ പ്രൊഫഷണൽസ് ആണ് അവരുടെ കൂടെ ഇപ്പം വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്പോർട്സ് 1000-ന് മുകളിൽ ബിസിനസ്സുകളാണ് അവർ ഇന്ത്യ ഒട്ടാതെ അവർ സപ്പോർട്ട് ചെയ്യുന്നത് ഗൈസ്. അപ്പം എല്ലാവർക്കും നമ്മളിങ്ങനെ ഓരോരോ ഇങ്ങനെ പറഞ്ഞ് കേട്ടല്ലോ. അപ്പം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. അപ്പം എല്ലാവരും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് ഗൈസ്.